Good afternoon to all. Good afternoon, Good ma'am. afternoon, ma'am. Prayer padate. Good afternoon, ma'am. Okay, start here. Okay, start with prayer, third of the day, and signing. Okay. Prayer time. We are gathering together unto Him. We are gathering together unto Him. Unto Him shall the gathering of the people be. We are gathering together unto Him. We are praising together unto Him. We are praising together unto Him. Unto Him shall the gathering of the people be. We are praising together unto Him. We are singing together unto Him. We are singing together unto Him. Unto Him shall the gathering of the people be. We are singing together unto Him. We are thanking together unto Him. We are thanking together unto Him. Unto Him shall the gathering of the people be. We are thanking together unto Him. We are thanking together unto Him. We are thanking together unto Him. ഞാൻ തോട്ട് പറയട്ടെ. Okay, പറഞ്ഞോളൂ. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Good afternoon, ma'am. Good afternoon, friends. Today I recite a small English poem. Happiness is a smile. Happiness is a smile on my face, a feeling that's warm and take its place. It's playing outside on a sunny day, laughing with friends in a happy way. Happiness is a hug from mom or dad, a yummy treat that makes me feel glad. It's reading a book or singing a song, feeling happy all day long. Happiness is a feeling that's free, a treasure for you and me. So let's spread happiness everywhere and fill our hearts with joy and care. Thank you. Signing my Gopika Snell. Okay. How are you all? Fine, ma'am. Okay. Fine, ma'am. Fine, ma'am. Have you had your lunch? Yeah. ഓ ആക്റ്റീവ് ആണ് എല്ലാവരും. ക്ലാസ് കേൾക്കാനും അല്ലെ പഠിപ്പിക്കാനൊക്കെ റെഡി അല്ലേ? എന്താണ് ഇന്നത്തെ പ്രോഗ്രാം? എന്താ പറയൂ. ഇതൊന്നും കൂട്ടാതെ ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ഒന്നുമില്ല. ക്ലാസ് എടുക്കുന്നില്ല ആരും? ഇത് ഞാൻ എടുക്കട്ടെ? എന്തൊന്നും മിണ്ടാത്ത റെസ്പോണ്ട് ചെയ്യൂ. ഇത് ക്ലാസ് മിസ് എടുത്താ മതി. ഞാൻ എടുത്താൽ മതി. ഓക്കെ. ഞങ്ങൾക്ക് നമ്മള് വെർബ് വരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അഡ്ജക്റ്റീവ് പിന്നെ അഡ്വർബ് അതിന്റെയൊക്കെ ക്ലോസസും പിന്നെ ഫ്രേസും വരുമ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. അതിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് മിസ് തരുമോ? അതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവും ആഡ്വർബും ആണ് അറിയേണ്ടത്. സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ക്രിട്ടിക്കൽ സാധനമൊന്നുമല്ല, യൂഷ്വലൊന്നുമല്ല, സിമ്പിൾ. അഡ്ജക്റ്റീവ് എന്താണ്? നമ്മള് നൗണും പ്രോണൗണും ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു പേരാണ് നൗൺ, പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും നൗൺ ആയിക്കോട്ടെ പ്രോണൗൺ ആയിക്കോട്ടെ എന്തായാലും ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അനിമൽസിനെ കുറിച്ചോ ഒരു തിങ്സിനെ കുറിച്ചോ പറയുന്നതായിരിക്കും.
അല്ലെ? അപ്പൊ നൗൺ എന്താണെന്ന് പ്രോണൗൺ എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോ ആ നൗണിനെയോ പ്രോണൗണിനെയോ നമ്മൾ മോഡിഫൈ ചെയ്യാൻ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യും അല്ലെ? ഷീസ് എ സ്മാർട്ട് ഗേൾ, ഷീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോ നമ്മൾ അവർക്ക് വേണ്ടി അവരെ കുറച്ചുകൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അപ്പൊ ഒരു വ്യക്തിയോ ഒരു വസ്തുവിനെയോ അനിമൽസിനെയോ മോഡിഫൈ ചെയ്യാൻ നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തു, അത് അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി അവരെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് വിചാരിക്കും. ആ പ്രവൃത്തിയെ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? മനസ്സിലായോ? ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ഷീ സിംഗ്സ് എ സോങ് വെരി ബ്യൂട്ടിഫുള്ളി. ക്ലിയർ? ബ്യൂട്ടിഫുൾ ഗേൾ ആണ്, ആ ബ്യൂട്ടിഫുൾ അവിടെ അഡ്ജക്റ്റീവ് ആണ്. അവര് പാട്ടും പാടി, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ സെക്കൻഡ് യൂസ് ചെയ്ത ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് എന്തായി? അഡ്വർബ്. ക്ലിയർ? അഡ്ജക്റ്റീവ് എന്താണെന്ന് അഡ്വർബ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി ഫ്രേസ് ആണ്. ഫ്രേസിലേക്ക് വരാണെങ്കിൽ ഫ്രേസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെന്ന് അറിയാം. അപ്പൊ അഡ്ജക്റ്റീവിലേക്ക് വരികയാണെങ്കിൽ ഒരു കൂട്ടം വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായി? അഡ്ജക്റ്റീവ് ഫ്രേസ് ആയി. അതൊക്കെ ഒരാളെ കുറിച്ച് നമ്മൾ ഒന്നോ കൂടുതലോ വാക്കുകൾ കൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തുവെങ്കിൽ അത് ഫ്രേസ് ആയിട്ട് മാറും. അപ്പൊ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. സെയിം തന്നെയാണ് ആഡ്വർബ് ഫ്രേസിൽ വരെ. വെർബിനെ മോഡിഫൈ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. ക്ലിയർ? ഇനി ക്ലോസ് ആണ്. ക്ലോസിൽ നിങ്ങൾ ഒരുപാട് റൂൾസ് ഒന്നും പഠിക്കണ്ട. അഡ്ജക്റ്റീവ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ ആണ്. അതൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു സെന്റൻസ് തന്നാല് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ ആഡ്വർബ് ക്ലോസ് ആണോ എന്നുള്ളത്. എന്താണ്? ഫ്രേസ് ആയിരിക്കില്ല. കാരണം എന്താ? ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഫ്രേസ് ആണ്. അപ്പൊ ഫ്രേസ് അല്ല, ഫ്രേസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്ലോസിലേക്ക് വരാണെങ്കിൽ ഒരു സെന്റൻസ് വരുമ്പോൾ ആ സെന്റൻസിന്റെ മീനിങ് ആദ്യം നോക്കാം. ഓക്കെ, മീനിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സെന്റൻസ് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നൗണിനെ കുറിച്ചായിരിക്കാം. നൗണിനെ കുറിച്ചാണെങ്കിൽ ഒബ്വിയസ്ലി അതെന്തായി? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഇനി ആ വെർബിനെ കുറിച്ചിട്ടാണ് ആ സെന്റൻസ് പറഞ്ഞെങ്കിലോ ആഡ്വർബ് ക്ലോസ് ആണ്. ഇത്രയുള്ള മീനിങ് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഐഡന്റിഫൈ ദ വിച്ച് ഈസ് ദ ആഡ്വർബ് ക്ലോസ്. അല്ലെങ്കിൽ ഏതെങ്കിലും സെന്റൻസ് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാം, ഏത് ക്ലോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഒരു സെന്റൻസ് തരും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, തോന്നിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബ് ക്ലോസ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ സെന്റൻസ് വായിച്ചു നോക്കാം. സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നൗണിനെ കുറിച്ചിട്ടോ ഒരു പ്രോണൗണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു അനിമൽസിനെ കുറിച്ചോ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തോ അതിനെ കുറിച്ച് ആയിരിക്കും ആ സെന്റൻസിൽ മെൻഷൻ ചെയ്യുക. സബ്ജക്ട് എന്ന് പറയുന്ന നൗണോ പ്രോണൗണോ ആയിരിക്കും. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, അത് ഫ്രേസ് ആയിരിക്കില്ല. പകരം എന്തായിരിക്കും? അത് ക്ലോസ് ആയിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് വെർബ്. സെന്റൻസ് വായിച്ചു നോക്കുക, അവർ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നെങ്കിൽ അതെന്താണ്? ആഡ്വർബ് ക്ലോസ് ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. സെന്റൻസിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുക. കുറച്ച് എക്സാമ്പിൾസ് ചെയ്യേണ്ടതാട്ടോ. ക്ലിയർ ആ? ആദ്യം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് ആദ്യം എഴുതിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആൻസർ പറയാം. She had a smile as bright as the sun. She had a smile as bright as the sun. Make your voice low in the hospital.
ഒന്നുകൂടെ പറയാം മിസ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. Make your voice low in the hospital. She had a habit of talking too much. She had a habit of talking too much. The speaker is playing very loudly. The book with the red color. The book with the red color. Red cover on it. Red cover is mine. The book with the red cover is mine. Before sunrise, he woke up. Wherever they go, they have fun. The cake that she bought was delicious. The game which was played yesterday. Okay, you can answer ചെയ്യാം. First എന്താണ്? She had a smile as bright as the sun. ഏതായിരിക്കും? ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് അറിയാവുന്ന പോലെ. Adjective. 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 Praise. Adjective എന്താണ്? Adjective എന്താണ്? Closer. Praise or clause. ഓക്കെ, അത് പോട്ടെ. തന്നിരിക്കുന്ന സെന്റൻസ് എന്തിനെ കുറിച്ചാ പറയുന്നത്? അവളുടെ ചിരി സൂര്യനെ പോലെ വളരെ തെളിവാണ്. എന്തിനെ കുറിച്ചാ പറയുന്നത്? It describes smile. Noun, pronoun or verb? Verb അല്ല. Verb. Noun. Noun അല്ലേ? നൗണിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. നോണിനെ കുറിച്ചല്ലേ പറയുന്നേ, അവളുടെ ചിരിയല്ലേ പറയുന്നേ. ചിരി Yes. വരുന്നുണ്ടോ? She describes the smile. Yeah, she had a smile. അവൾക്ക് നല്ലൊരു ചിരി ഉണ്ടെന്നാ പറയുന്നേ. അവൾക്ക് had എന്താ ഉണ്ട്, ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയ കാര്യം ഫസ്റ്റാ. ഓക്കെ, അപ്പൊ അവളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സെന്റൻസ് മനസ്സിലാക്കിയാൽ ക്ലിയർ ആകും. ഗ്രാമർ ആണ്, ടെൻസ് പഠിക്കുമ്പോൾ ഓക്കെ ആകും കേട്ടോ. ഇനിയിപ്പോ ഹാഡ് എന്താണ്, ഹാവ് എന്താണെന്ന് ചിന്തിക്കേണ്ട ടെൻസ് എടുക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ.
അപ്പൊ അവളെ കുറിച്ച് അവള് പറയുന്നത്. അവളെ കുറിച്ച് പറയുന്നത് കൊണ്ട് അത് ക്ലോസ് ആണോ? പിന്നെ നോക്കേണ്ടത് ക്ലോസ് ആണോ എന്നാണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി, ഈ ക്ലോസ് ആണോ എന്ന് നോക്കണം. ക്ലോസിന് അവിടെ റിലേറ്റീവ് പ്രോണൗൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? നോ. ഇല്ല മിസ്. ഫ്രേസ്. നോ. ഇല്ല. അപ്പൊ എന്താണ്? അഡ്ജക്റ്റീവ് ഫ്രേസ്. ഫ്രേസ്. ഓക്കെ, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് കേട്ടോ. നെക്സ്റ്റ്, മേക്ക് യുവർ വോയിസ് ലോ ഇൻ ദ ഹോസ്പിറ്റൽ. It describes voice. അതെന്താ? adverbal, ആഡ്വേർബ് ആണെന്ന് മനസ്സിലായി, ഈ ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്ന് അറിയണം അല്ലെ. ആഡ്വേർബ് ആകുമ്പോ സപ്പറേറ്റ് കൺജക്ഷൻ അവിടെ ഉണ്ടോ നോക്കാം. ഉണ്ടോ? ഇല്ല. സബോർഡിനേറ്റ് കൺജക്ഷൻസ് ഒന്നുമില്ലല്ലോ അവിടെ. ഒന്നുമില്ല. അപ്പൊ എന്താണ് ആഡ്വേർബ്? phrase, Adverb phrase. Next, she had a habit of talking too much. ഒരുപാട് സംസാരിക്കുന്ന ഒരു ഹാബിറ്റ് അവർക്ക് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ adjective phrase, സംസാരിക്കുകയല്ലേ അവിടെ, സംസാരിക്കുന്ന Adverb phrase. അതായത് ഹാബിറ്റിനെ കുറിച്ചാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സംസാരിക്കുന്നതിന് ഒരുപാട് സംസാരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആഡ്വേർബ് ഫ്രേസ് ആണ്, അവിടെ സബോർഡിനേറ്റ് കൺജക്ഷൻസ് ഒന്നുമില്ല. സോ ഇറ്റ്സ് adverb phrase. The speaker is playing very loudly. adverb phrase, loudly, സ്പീക്കറിൽ പാട്ട് വെച്ചിരിക്കുന്നത് വളരെ സൗണ്ടിലാണെന്നാ പറയുന്നത്. പ്ലേയിങ് വെരി ലൗഡ്ലി. ആഡ്വേർബ് ആണ്. Adverb phrase. Adverb phrase ആണ് കേട്ടോ. Then the book with the red cover is mine. ബുക്കിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ സാർ? It's an adjective phrase. ബുക്കിനെ കുറിച്ചാണ് മനസ്സിലായി, പിന്നെ നോക്കേണ്ട എന്താണ്? അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി, പിന്നെ നമ്മൾ ക്ലോസ് ആണോ ഫ്രേസ് ആണോ നോക്കണം. ക്ലോസ് ആണോ നോക്കാനായിട്ട് റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ എന്ന് നോക്കുക. അതില്ല, അപ്പൊ എന്തായി? ഫ്രേസ് ആണ്. നെക്സ്റ്റ്, ബിഫോർ സൺറൈസ് ഹി വോക്ക് അപ്പ്. ബിഫോർ സൺറൈസ്. അപ്പം adverb phrase. Adverb ആണ്. സൺറൈസിന് മുൻപ്. Adverb ആണ് അത്. ഇത് ക്ലോസ് അല്ലേ മാം? ബിഫോർ വരുന്നില്ലേ? അങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞു കൊടുക്കൂ അവർക്ക്. സബോർഡിനേറ്റ് കൺജക്ഷൻ വന്നു കേട്ടോ, ബിഫോർ ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ അതെന്തായി? ആഡ്വർബ് ക്ലോസ് ആണ്. Close out. നെക്സ്റ്റ്, wherever they go they have fun. adverb length, Close ആണ്. adjective close, ക്ലോസ് അല്ലേ? Adverb close. അഡ്വർബ് ക്ലോസ്. ആഡ്വർബ് ക്ലോസ് ആണ് കേട്ടോ. wherever കൺജക്ഷൻ ആണ്, അപ്പൊ ആഡ്വർബ് ക്ലോസ് ആണ്. വെർബിനെ കുറിച്ചാ പറയുന്നത്. എവിടെ പോയാലും അവിടെ ഫൺ ആണെന്നാ പറയുന്നത്. അപ്പോ നെക്സ്റ്റ്, the cake that she bought was delicious. adverb ക്ലോസ് ആണ്. ഇത് adjective അല്ലേ? കേക്കിനെ കുറിച്ചല്ലേ പറയുന്നത്? അറിയോ? അപ്പൊ കേക്കിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ adverb രണ്ടായിട്ട് close. അല്ല, adjective close. കേക്ക് വാസ് ഡെലീഷ്യസ്. adjective close, Adjective close. കാരണം കേക്കിനെ കുറിച്ചാണ്. കേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, കൂടാതെ അവിടെ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്തിട്ടുണ്ട്. Adjective clause ആണ്. Next, the game which was played yesterday. ഗെയിമിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് ക്ലോസ്.
യെസ്. ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗെയിമിനെ കുറിച്ച് പറയുന്നു. റിലേറ്റീവ് പ്രോണൗൺ ആയ വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. എങ്ങനെയുണ്ടപ്പോ ആശ്വാസമായല്ലോ? അപ്പൊ മനസ്സിലായി. ഇങ്ങനെ മാത്രം അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, നിങ്ങൾ കുറെ ആലോചിച്ച് കൂട്ടി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ക്ലാസ് എടുക്കാൻ പറയുന്നത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചു നിങ്ങളല്ലേ. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എടുക്കുന്ന ക്ലാസ് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു. ഒരു കാര്യം മനസ്സിലായില്ലേ, നമുക്ക് പല രീതിയിലും പഠിപ്പിക്കാം അല്ലെ. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? എത്ര എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റോ ആ രീതിയിൽ ഫോളോ ചെയ്യണം അല്ലെ. അതാണ് നമ്മൾ പഠിപ്പിക്കുമ്പോ, ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ കേട്ടിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്രയോ ഡിഫിക്കൽറ്റിയാണ് ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് പല രീതിയിലും പഠിപ്പിക്കാൻ പറ്റും. വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാം, പിന്നെ എന്തൊക്കെയോ അവിടെ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കാം. പിന്നെ എത്രയോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ആ രീതിയിലും പഠിപ്പിക്കാം. ഓരോരുത്തർക്കും ക്ലാസ് എടുത്തപ്പോൾ നമുക്കത് മനസ്സിലായി എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നതെന്നും നമുക്ക് എത്രയോ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി പഠിപ്പിക്കാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലാസ് എടുപ്പിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് എത്രയോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതെ, നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സിമ്പിൾ മെത്തേഡ് കിട്ടൂ. ഓക്കെ, ക്ലിയർ? അതിന് വേണ്ടിയാ ക്ലാസ് എടുത്ത് പറഞ്ഞു കേട്ടോ. അല്ലാതെ നിങ്ങൾ ക്ലാസ് എടുത്ത് എല്ലാവർക്കും ചിലപ്പോ മനസ്സിലാകാതിരിക്കാം. അത് നിങ്ങൾ മോതിരേണ്ട ആവശ്യമേ ഇല്ല. അയ്യോ ഞാൻ എടുത്തിട്ട് ആർക്ക് മനസ്സിലായില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം നമ്മുടേത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്കാണെങ്കിലും അത് കേട്ടിരിക്കുന്നവർക്കാണെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? നമുക്ക് പഠിപ്പിക്കാൻ പറ്റും പല രീതിയിൽ. അപ്പൊ കേട്ടിരുന്നവർ വിചാരിക്കും ഇതേപോലെ പഠിപ്പിക്കണ്ട, നമുക്ക് വേറെ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അവർ അങ്ങനെ ആലോചിക്കും. അത് ടീച്ചിങ്, അത് പഠിപ്പിച്ചവർ അങ്ങനെ ചിന്തിക്കുള്ളൂ. എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എടുക്കാമായിരുന്നു നിങ്ങൾക്ക് പിന്നീട് തോന്നും, ക്ലാസ് കാണുമ്പോഴാണെങ്കിൽ കേൾക്കുമ്പോഴാണെങ്കിൽ. അപ്പൊ എല്ലാം എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമ്മൾ പഠിക്കൂ. അപ്പൊ അത് ക്ലാസ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി, എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ പഠിപ്പിക്കാതിരിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കാൻ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ സംഭവം. 2 ചാപ്റ്റർ ഞാനിപ്പോ പറഞ്ഞു തീർത്തു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്തു, പക്ഷെ അതൊക്കെ നല്ലതാണ് കേട്ടോ. Hats off to you, to all my teachers. താങ്ക് യു മിസ്. ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല, ടീച്ചേഴ്സിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ക്ലാസ് എടുത്ത് പോവാണല്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം റിലാക്സ് ചെയ്ത് പറയാൻ വിചാരിച്ചു. എല്ലാവരും ടെൻഷൻ ഫ്രീ ആണ്. ക്ലാസ് എടുക്കാനൊന്നും ഇല്ലല്ലോ, കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പൊ 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. അതിന് ഇത്രയേ ഉള്ളൂ. നൗണിനെ കുറിച്ച് പറയാനൊന്നുമില്ല. അത് ഇനിയിപ്പോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിപ്പോ. എല്ലാ ക്ലാസ്സിലും ഉണ്ടായ ഒരേ ഒരു പ്രോബ്ലം നൗണിനെ കുറിച്ച് മാത്രമാണ്. ഞാൻ എത്രത്തോളം പറഞ്ഞു കൊടുത്താൽ അത് കൺഫ്യൂസിങ് ആണ്. കാരണം ഓൾറെഡി അഡ്ജക്റ്റീവ് നൗണിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഈ നൗണും അഡ്ജക്റ്റീവും തമ്മിൽ എപ്പോഴും മാറിപ്പോ. അത് മാത്രമല്ല നൗണിന് അധികം ക്വസ്റ്റ്യൻസും അങ്ങനെ ചോദിക്കാറില്ല. അഡ്ജക്റ്റീവും ആഡ്വർബും മാത്രമാണ്. അത് 2 ക്ലിയർ ആയല്ലോ. മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു 3 ചാപ്റ്റർ? നന്നായിരുന്നു മിസ്. ആർക്കെങ്കിലും ക്ലാസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്? അങ്ങനെയൊന്നുമില്ല മിസ്. ക്ലാസ് എടുക്കണോണ്ടെങ്കിലും ഓക്കെ, അതൊരു ചലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കാം. ഇനി നന്നായിട്ട് ഞാൻ ക്ലാസ് എടുക്കും അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തേ പഠിക്കും. ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനേ ഉണ്ടാവില്ല. വളരെ കൂളായിട്ട് ക്ലാസ് എടുക്കും പോയി. ഇന്റേൺഷിപ്പ് വരുന്നുണ്ട് അല്ലെ. പഠിച്ചോണ്ടിരിക്കുന്ന ഇന്റേൺഷിപ്പ് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ ചിലപ്പോ നിങ്ങൾക്ക് ജോലി കിട്ടാം. അങ്ങനെ കിട്ടിയവരുണ്ട് കേട്ടോ. കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് ജോലിക്ക് കയറിയവരൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ക്ലാസ് എടുക്കുന്നതാണെങ്കിലും പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിലും എല്ലാം പഠിച്ചിട്ട് പോവാം. പഠിക്കാന്നല്ല, അതെല്ലാം മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, ക്ലിയർ? ഇനി ഒന്നും ഇല്ല പറയാൻ കേട്ടോ. അപ്പോ നമുക്ക് അത്യാവശ്യം ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു.
അപ്പോൾ നമ്മൾ ടെൻസിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. എല്ലാവരും ടെൻസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഒരു പോർഷൻ. അത് പഠിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആയിട്ടില്ല. അഡ്ജക്റ്റീവ് ആഡ്വർബ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിപ്പോസിഷനിലേക്ക് പോകണ്ടേ. പ്രിപ്പോസിഷൻ വേണം. പ്രിപ്പോസിഷൻ പഠിച്ചാലാണ് നമുക്ക് ടെൻസിലേക്ക് പോകാൻ പറ്റും. കാരണം ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നൗൺ കഴിഞ്ഞു, പ്രൊനൗൺ കഴിഞ്ഞു, വെർബ് കഴിഞ്ഞു, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, നൗൺ. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ആണ്. നോട്ട് എടുത്തോളൂ. പ്രിപ്പോസിഷൻ ചാപ്റ്റർ 10 ആണ് കേട്ടോ. പെട്ടെന്ന് 10ലേക്ക് പോവാൻ കാരണം ഞാൻ പറഞ്ഞു, ടെൻസ് എടുക്കണമെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാതെ ഞാൻ ടെൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോ ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് ആണ്. സെന്റൻസിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ പ്രിപ്പോസിഷൻ അത്യാവശ്യം പ്രിപ്പോസിഷൻ ആണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള പ്രിപ്പോസിഷൻസ് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പുറത്തൊന്നും എടുക്കുന്നില്ല. എക്സാമിനാണെങ്കിൽ പോലും ടെക്സ്റ്റിലുള്ള പ്രിപ്പോസിഷൻസിന്റെ ബേസിക് കാര്യം എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഇനി അഥവാ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രിപ്പോസിഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പ്രപ്പോസിഷൻ എന്താണ്? പ്രപ്പോസിഷൻ പറയുന്നത് ദാറ്റ് ഈസ് പ്രപ്പോസിഷൻ. കേട്ടിട്ടുണ്ടോ? പ്രപ്പോസിഷൻ കേട്ടിട്ടുണ്ടോ? എന്താണ് പ്രപ്പോസിഷൻ? എന്താണ് പറയൂ. ടൈമായിട്ടൊന്നും അറിയില്ലല്ലേ? എങ്ങനെയായിരുന്നു? കേട്ടിട്ടില്ല, പക്ഷെ ഒന്നും അറിയില്ലായിരുന്നു. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോ അറ്റ്, ഓൺ, ഇൻ, ഓഫ്, ബിറ്റ്വീൻ, ഫോർ, ബൈ, സിൻസ്, എഗോ, ബിസൈഡ്സ്, ബിസൈഡ്, എമംഗ് അല്ലെ? നമ്മുടെ സെന്റൻസിൽ കാണുന്ന കുറെ സാധനങ്ങളാണ് ഇതൊക്കെ, കുറെ വേർഡ്സ് ആണ്. അങ്ങനെ വിചാരിക്കുമോ ഇത് മിസ്റ്റേക്ക് വരാത്ത ആരും കേട്ടോ. പ്രിപ്പോസിഷൻ ആണ് മിക്കവരും തെറ്റിക്കുന്ന ഒരു കാര്യം. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സെന്റൻസിൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ആ സെന്റൻസിൽ മീനിങ് തന്നെ മാറ്റും. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രപ്പോസിഷൻ. ഓക്കെ, നോക്കാം നമുക്ക്. കുറെ ഒന്നും എടുക്കുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത പ്രപ്പോസിഷൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് പ്രപ്പോസിഷൻ ഒരുപാടുണ്ട് കേട്ടോ. പ്രപ്പോസിഷൻ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം പ്രപ്പോസിഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാം എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നമുക്ക് പക്ഷെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് മാത്രമേ നമ്മള് ടെക്സ്റ്റിൽ കൊടുത്തത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിൽ ഫസ്റ്റ് ഞാൻ ഇന്നേക്കാണോ ഇന്ന ഇട്ടു. ടെക്സ്റ്റ് നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഹെഡിങ് കൊടുക്കുക, നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുക്കുക, പ്രപ്പോസിഷൻ ഇന്ന് എഴുതാം. ചാപ്റ്റർ 10 അല്ലേ? ചാപ്റ്റർ 10 ആണ്. ഇന്ന് നമ്മൾ എവിടേക്കാ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം. ആലോചിച്ചേ. മന്ത് പിന്നെ ഞങ്ങളുടെ മുമ്പില് പിന്നെ ഉള്ളില് എന്നൊക്കെ പറയില്ലേ, ഇൻ ദ ബോക്സ് എന്നൊക്കെ. പിന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പ്ലേസ്, In the- ടൈം, ഡയറക്ഷൻ, ഇതൊക്കെയാണ് റിലേഷൻഷിപ്പ്. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം കേട്ടോ. നമ്മൾ പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. എവിടെയൊക്കെ യൂസ് ചെയ്യാം? പ്ലേസ്, മന്ത്, വീക്ക്, ഇയർ, സീസൺ, എൻക്ലോസ് സ്പേസ്, സ്മോൾ വെഹിക്കിൾ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഓരോ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ക്ലിയർ.
ഓക്കെ, എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞ മിസ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പ്ലേസ് ആണ്. ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു, ഒരു സെന്റൻസ് പറഞ്ഞു. I live in Thrissur. I live in Thrissur. Okay, ഞാൻ തൃശ്ശൂരിലാണ്. എഴുതിക്കോളൂ, എക്സാമ്പിൾ എഴുതിക്കോളൂ. I live in Thrissur. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞേ. ഈ മന്ത് വെച്ചിട്ടാണ് മിസ്സേ? പ്ലേസ് വെച്ചിട്ട് തന്നെ പറയോ? ഈസ് ഇൻ ഫ്രാൻസ് എന്ന് പറയാം. അവൻ ഫ്രാൻസിലാണ്. ഈസ് ഇൻ ഫ്രാൻസ്. ഇനി അടുത്തൊരു എക്സാമ്പിൾസ് പറയൂ നിങ്ങൾ. പ്ലേസ് വെച്ചിട്ട് എക്സാമ്പിൾസ് പറയൂ കേട്ടോ. I am studying in Smart Sri. എറണാകുളം പറവൂർ സ്മാർട്ട് ശ്രീ. I am studying in Smart Sri. സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് വന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ കറക്റ്റ് ആയിരുന്നു. The school is near my house. മൈ സ്കൂൾ. The school is near my house. അവിടെ പ്രിപ്പോസിഷൻ ഇല്ലല്ലോ. ഇല്ല. I am come from in Karnataka. I am Come from in Karnataka. I am come from in Karnataka. മിസ്റ്റേക്ക് ആണ്. കാരണം ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് I am come from കർണാടക, അത് മതി. പിന്നെ അതിന്റെ കൂടെ ഇന്നിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫ്രം എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമില്ല കേട്ടോ. I am come from Karnataka. He lives in Dubai. Yeah, I am living Karnataka. അത് ഓക്കെയാണ് കേട്ടോ. ഞാൻ ജീവിക്കുന്നത്, ഞാൻ താമസിക്കുന്നത് കർണാടകയിലാണ്. ഞാൻ വരുന്നത് കർണാടകയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ I am come from കർണാടക അങ്ങനെ പറയും. ഓക്കെ, I am coming in പറയാവോ? കമ്മിങ് ആണെങ്കിലും നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഫ്രം തന്നെയാണ്. അപ്പൊ കമ്മിങ് ഫ്രം കർണാടക, I am come from കർണാടക. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്. കാരണം എന്താണ്? എവിടെ നിന്നാണ് വരുന്നത്? ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയണമെങ്കിൽ അവിടെ ഫ്രം ആണ് പറയേണ്ടത്. ഇവിടെ വ്യത്യാസം എന്താണ്? അവൻ ഫ്രാൻസിലാണ്, ഈസ് ഇൻ ഫ്രാൻസ് എന്ന് പറയണം. അവൻ ഫ്രാൻസിലാണ് താമസിക്കുന്നത്, ചിന്തിക്കുന്നത്. He lives in France. Students in the classroom. Students are in the classroom. Okay, students are in the classroom. അവിടെ വന്നിരിക്കുന്ന പ്ലേസ് അല്ല കേട്ടോ. ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു പ്ലേസ് അല്ലല്ലോ, പ്ലേസ് അല്ല. അപ്പൊ അതെന്തായിരിക്കും? നമ്മുടെ പോയിന്റ് തന്നെ ഉണ്ട്. എന്തായിരിക്കും? ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണ്. എൻക്ലോസ്ഡ് സ്പേസ്. കുട്ടികൾ ക്ലാസ് റൂമിനുള്ളിലാണ്. അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ് ആണ് അവിടെ വന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലാണ് കുട്ടികൾ, ക്ലാസ് റൂമിനുള്ളിലാണ് എന്നൊരു മീനിങ്ങിലാണ്. അപ്പൊ എൻക്ലോസ്ഡ് സ്പേസ് വെച്ചിട്ട് അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉള്ളിൽ. The cat is in the box. Yeah, the cat is in the box. Cat ബോക്സിലാണ്. The cat is in the box. Okay, next. He was traveling small vehicle. ട്രാവൽ, സ്മോൾ വെഹിക്കിൾ ആണ് വന്നിരിക്കുന്നത്. സ്മോൾ വെഹിക്കിൾ ട്രാവൽ വരുമ്പോൾ നമ്മൾ അവിടെ ഇൻ യൂസ് ചെയ്യില്ല കേട്ടോ. ഞാനിപ്പോ കാറിലാണ്, ഞാനിപ്പോ ഓട്ടോയിലാണ് എന്നൊക്കെ പറയുമ്പോൾ മാത്രം നമ്മൾ ഇൻ യൂസ് ചെയ്യും. അപ്പോ I am in a car. I am in the car. ഞാൻ കാറിലാണ്. I am in the car. He is playing in the ground. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നും Enclosed and ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എൻക്ലോസ്ഡ് സ്പേസ് അല്ല, ഓപ്പൺ സ്പേസ് ആണ്. The book is on the table. അത് ഓണല്ലേ. ഞാൻ ഇങ്ങനെ മിസ്സേ, അപ്പൊ ഈ ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് എൻക്ലോസ്ഡ് സ്പേസിൽ പെടുത്താൻ പറ്റില്ല. അപ്പൊ അത് എന്തായിരിക്കും? അത് അതാണ് പ്രശ്നം. എന്താണെന്നറിയോ? നമ്മൾ ഒരു പ്രപ്പോസിഷൻ എടുത്താല് പല പ്രപ്പോസിഷൻ പറയേണ്ടി വരും. ഓക്കെ, അതൊരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. ഗ്രൗണ്ട് വരുമ്പോൾ എന്താണെന്നുള്ളത് അത് വേറെ പ്രപ്പോസിഷൻ ആണ്. അത് ഞാൻ വേറെ പറഞ്ഞുതരാം. എല്ലാം ഈ പ്രപ്പോസിഷൻ തമ്മിൽ കണക്റ്റഡ് ആണ് കേട്ടോ. ഇപ്പോ JC ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓൺ വെച്ച് പറഞ്ഞു, അത് വേറെയാണ് പ്രപ്പോസിഷൻ.
മനസ്സിലായോ? ഇതിനകത്ത് അച്ഛൻ കയറി വരും, അച്ഛൻ വരും, മോൺ വരും. ഈ ഇൻ നോൺ അച്ഛൻ മൂന്നും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ മൂന്നും തമ്മിലാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്ലേസിനെ കുറിച്ച് പറഞ്ഞു. ഇനി മന്തിലേക്ക് വരാം. മന്താണെങ്കിലോ നിങ്ങൾ ഏത് മാസമാണ് ജനിച്ചത് പറയാലോ? I was born in I December. I was born in December. I was born in April. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയുന്നത് എല്ലാവരും. ഓക്കെ, അപ്പൊ മന്ത് ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, വീക്ക് ആയിക്കോട്ടെ, ഇനി യൂസ് ചെയ്യും. I was born in December. I was born in 2020. ഓക്കെ, അപ്പൊ ഇയറോ മന്തോ ആണെങ്കിൽ ഇൻ ആയിരിക്കണം കേട്ടോ. She joined the company in August. അവൾ ഓഗസ്റ്റിലാണ് അവള് കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, ഷീ ജോയിൻ ദ കമ്പനി ഇൻ ഓഗസ്റ്റ്. അപ്പൊ മന്തും ഇയറും വരുമ്പോ ഇന്നാണ്. ഇനി വീക്ക് ആണെങ്കിൽ വീക്കിനെ കുറിച്ച് എങ്ങനെയാ പറയാം? ഒരു 2 വീക്കിനുള്ളിൽ നമുക്ക് കാണാം എന്ന് പറയും അല്ലെ? 2 വീക്സിനുള്ളിൽ നമുക്ക് കാണാം. ഇത് മീൻസ് ഇൻ 2 വീക്സ് എന്ന് പറയാം. വിത്തിൻ വിത്തിൻ പറയാം കേട്ടോ. അതൊരു പ്രപ്പോസിഷൻ ആണ് കേട്ടോ. പല പ്രപ്പോസിഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രം ആയിക്കോട്ടെ, വിത്തിൻ ആയിക്കോട്ടെ, പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. വിത്തിൻ 2 വീക്സ് പറയാം, ഇൻ 2 വീക്സ് പറയാം. അതൊന്നും മിസ്റ്റേക്ക് അല്ല, ഇന്നും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്ലേസ്, മന്ത്, ഇയർ, വീക്ക് ഇത് കഴിഞ്ഞു. ഇനി സീസൺ വരാണെങ്കിൽ സീസൺ ഏതൊക്കെയാണ്? വിന്റർ, സമ്മർ, അപ്പൊ സീസൺ പറയുമ്പോ ഇൻ ചേർക്കണം. We use umbrella in rainy season. Rainy season. okay, Rainy season. rainy season. അപ്പൊ സീസൺസ് വരുമ്പോ ഇന്നാണ്. ഇതൊക്കെ റൂൾസ് ആണ് കേട്ടോ. ഇതിന്റെ ഈ സീസൺ നമ്മളില് വേറെ പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മിസ്റ്റേക്ക് ആണ്. ഗ്രാമറിൽ മിസ്റ്റേക്ക് ആയിട്ട് കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഗ്രാമർ ടെസ്റ്റ് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, വേർഡ്സ് നോക്കും നിങ്ങൾ, പ്രപ്പോസിഷൻ മൈൻഡ് ചെയ്യില്ലായിരുന്നു. കാരണം പ്രപ്പോസിഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. പഠിച്ചാല് വളരെ യൂസ്ഫുൾ ആണ്. We wear warm clothes in winter. We wear cotton clothes in summer. Summer. സീസൺ കഴിഞ്ഞു, എൻക്ലോസ് സ്പേസ് കഴിഞ്ഞു. എൻക്ലോസ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി the apples are in the fridge. ആപ്പിള് ഫ്രിഡ്ജിലാണ്. The apples are in the fridge. The pencils are in the box. Yeah, pencils are in the box. ഇനി എൻക്ലോസ് സ്പേസ് ആണ്. സ്മോൾ വെഹിക്കിൾ ആണ്. സ്മോൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ചെറിയ വാഹനങ്ങൾക്കുള്ളിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ട്രാവൽ ആണെങ്കിൽ ഒരിക്കലും ഇനി യൂസ് ചെയ്യാൻ പാടില്ല. ട്രാവൽ എന്താണ് അവിടെ കാണിക്കുന്നത്? ഞാൻ എന്ത് ത്രൂ ആണോ ട്രാവൽ ചെയ്യുന്നത് എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ എന്ത് ത്രൂ ആണോ വന്നത് എന്ന് പറയുന്നത് ഈ പ്രപ്പോസിഷൻ വെച്ചിട്ടല്ല, അത് വേറെ പ്രപ്പോസിഷൻ ആണ്. അത് ഞാൻ എടുക്കുമ്പോ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഈ ഇൻ പഠിക്കുമ്പോ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാവും. കാരണം ചിലത് ഞാൻ പിന്നെ പറയാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് കുറച്ച് കൺഫ്യൂസിങ് ആകും. കാര്യമാക്കണ്ട, എല്ലാ പ്രപ്പോസിഷനും കഴിയുമ്പോൾ ക്ലിയർ ആകും കേട്ടോ. അപ്പൊ ഇവിടെ പറയേണ്ടത് ഞാനിപ്പോ കാറിലാണ്. ഇങ്ങനെയാണെങ്കിൽ ഐ ആം ഇൻ ദ കാർ എന്ന് പറയാം. ഞാൻ കാറിലാണ്. ഞാൻ ബസ്സിലാണെന്ന് എങ്ങനെയാ പറയാ? അപ്പോ I am in the bus. സന്തോഷം. അതെനിരിക്കട്ടെ കേട്ടോ, തെറ്റാണ്. പിന്നെ പറഞ്ഞതാ, എന്റെ ആൻസർ ആരും പറയണ്ട, ഞാൻ പിന്നെ പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഐ ആം ഇൻ ദ ബസ് അല്ല, നമ്മളെല്ലാരും പണ്ട് മുതൽ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഐ ആം ഇൻ ദ ബസ് തെറ്റാണ്. ഞാൻ ബസ്സിനുള്ളിലാണ് ഉദ്ദേശിക്കണ്ടേ, പക്ഷെ അതല്ല, തെറ്റാണ്. അപ്പൊ സ്മോൾ വെഹിക്കിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇനി യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ലാർജ് വെഹിക്കിളിന്റെ കൂടെ ഒരിക്കലും ഇനി യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് പ്രത്യേകം സ്മോൾ വെഹിക്കിൾ എഴുതിയിരിക്കുന്നത്. സ്മോൾ വെഹിക്കിളിന്റെ കൂടെ ഇനി യൂസ് ചെയ്യണം. ഐ ആം ഇൻ ഓട്ടോറിക്ഷ, ഐ ആം ഇൻ കാർ. ബാക്കി എന്താണ്, മൊത്തം ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ബൈക്ക് ആണെങ്കിലോ? മാം, ബസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഐ ആം ഓൺ ദ ബസ് എന്നാണോ? ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞില്ല, പിന്നെ പറയാം. ഓക്കെ. ഓക്കെ, ബൈക്ക് ആണെങ്കിലോ?
മൈക്ക് ചെറിയ വണ്ടിയാണ്. ബൈക്കിന്റെ മുകളിലല്ലേ മിസ് ഇരിക്കുന്നത്, അപ്പൊ അങ്ങനെ വരുമോ? ചേർക്കാൻ പറ്റുമോ? നിനക്കൊക്കെ ബുദ്ധിയുണ്ട് I am ചെറുതായിട്ട്. sitting on the ഞാനിവിടെ ഓൺ അല്ല എടുക്കുന്നത്, ഇന്നാണ്. ഇന്നിലേക്ക് വരും. ഇന്നാണ്. ഓക്കെ. ഇനി ഓൺ പഠിപ്പിക്കും ഇതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. ഓക്കെ, അപ്പോ സ്മോൾ ലെറ്റർ കഴിഞ്ഞു. ഇനി മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ആണ് കേട്ടോ. എപ്പോ മോർണിംഗ് ആണെങ്കിലും ആഫ്റ്റർനൂൺ ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഇന്നായിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. I wake up in the early morning. And she's going to walk in the evening. For the walk in the evening. Walk in the evening. And she had lunch in afternoon. She had lunch in afternoon. അപ്പൊ ഇതിനൊക്കെ മുന്നിൽ ഇന്നായിരിക്കണം. അത് മാത്രം പഠിച്ചു വെക്കാം. ഇപ്പോ തന്നിരിക്കുന്ന എല്ലാ പോയിന്റിനും മുന്നിലും നമ്മൾ ചേർക്കേണ്ടത് ഇന്നാണ്. Okay, miss. ഓക്കെ, Okay. അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. റൈറ്റ് ദ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക്. റൈറ്റ് ദ ആൻസർ അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ദ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്കിൽ ആൻസർ എഴുതുക എന്നാ പറയുന്നത്. ഇൻ യുവർ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്കിനുള്ളിൽ എഴുതാനാ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഇൻ വന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണല്ലോ, മനസ്സിലായി? ഇനി എക്സാമ്പിൾസ് ആണ് പറയുന്നത്. എക്സാമ്പിൾസ് എല്ലാവരും പറയോ? ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തേ. ഇന്ന വെച്ചിട്ടാണ് മിസ്സേ? ഇന്ന് വെച്ചിട്ട് തന്നിരിക്കുന്ന പോയിന്റ് വെച്ചിട്ടൊക്കെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമോ മിസ്സേ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് I am studying in morning. I am studying in the morning. In morning അല്ല, in the morning. ഒരു ധാരണ കേട്ടോ. Raju wake up early in the morning. Wake up early in the morning. Okay. Then the pen and pencils are in the pouch. In the pouch. Okay. The cat is in the box. അത് ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ ആണ്. പറഞ്ഞതാണ്. I am in a trouble. I'm in trouble. പറയാം. ഇവിടെ My book in the bag. My book in the Bag. My book in the bag. In the bag or in bag? ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവട്ടെ. ഈ ദ, എ, ആൻഡ് ഇത് മൂന്നും യൂസ് ചെയ്യേണ്ട രീതികളുണ്ട് കേട്ടോ. നമുക്ക് എല്ലായിടത്തും ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. അത് ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ഞാൻ ഓക്കെ. അപ്പോ എന്തോ പറയാനുണ്ടല്ലോ. ഇതിപ്പോ ഇത്രയും പോയിന്റിൽ മാത്രം അല്ല ഇനി യൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം നമുക്ക് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും പോയിന്റ് പറഞ്ഞത്. ഇപ്പൊ ഐ ആം ഇൻ ട്രബിൾ എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിലാണ്. മനസ്സിലായോ? അതൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിപ്പോ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പല രീതിയിലും പല പല സിറ്റുവേഷൻസിൽ പല സെന്റൻസിൽ നമുക്ക് പ്രപ്പോസിഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മള് അത് നമ്മൾ അങ്ങനെ പഠിക്കുക. My book is in the bag എന്നാണോ? അതെ അതെ. എന്റെ ബുക്ക് ബാഗിലാണ്, ബാഗിനുള്ളിലാണ്. അപ്പൊ അപ്പൊ ഇന്നിന് ഉള്ളിൽ എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. മനസ്സിലായി? ഉള്ളിൽ എന്ന മീനിങ് ഉണ്ട്. അല്ലാതെയും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ഇത്രയും പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആസ് എ ബിഗിനേഴ്സ് നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിക്കാൻ നോക്കുക. തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ക്ലിയർ ആയല്ലോ? അപ്പൊ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും, അല്ലേ? ലാക്ക് ഓഫ് വൊക്കാബുലറി. വൊക്കാബുലറിയുടെ കുറവ് വളരെ അധികം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വൊക്കാബുലറി നമുക്ക് അത്യാവശ്യം വായിക്കാനൊക്കെ ചെയ്യാറുണ്ടോ, ഫോളോ ചെയ്യാറുണ്ടോ പറയുന്നു? പറയൂ. ജേസ് നന്നായിട്ട് തലാട്ടുന്നുണ്ട്. വായിക്കാറുണ്ടോ? She is sitting in the room. റൂമിൽ ഇരിക്കുകയാണ്. പറയാം. I went hospital in the morning. So? I went hospital in the morning. Yeah. I went to the hospital in the morning. I went to the hospital in the morning. To എന്ന് പറയുന്നത് preposition ആണ്. To നമുക്ക് പഠിക്കാനില്ല, ടെക്സ്റ്റിൽ പഠിക്കാനില്ലെങ്കിൽ ഞാൻ ടൂവിനെ കുറിച്ച് വേണ്ടി പറഞ്ഞുതരാം. ഓക്കെ, ടു അറിയേണ്ടതാ. കാരണം ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ, അപ്പുറം ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടു യൂസ് ചെയ്തേ പറ്റും. നമ്മൾ എങ്ങോട്ടേക്കാണോ പോകുന്നത്, അപ്പുറം നമ്മൾ പറയുന്നത് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ടു പറയണം. ഐ വെന്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഐ വെന്റ് സ്കൂൾ നമുക്ക് മനസ്സിലാവും, കൺവേ ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ്. പക്ഷെ ഗ്രാമറിൽ മിസ്റ്റേക്ക് ആണ്. ഐ വെന്റ് ടു ദി സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയത് പോയി. എപ്പോഴാണ് പോയത്? ഇൻ ദ മോർണിംഗ്. ഐ വെന്റ് ടു ദി സ്കൂൾ ഇൻ ദ മോർണിംഗ്. അവിടെ വെന്റ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല. ഞാൻ പറഞ്ഞു Miss, I live in a small town. I live in a small town. പറയാം. May I come in, madam? നല്ല കൊള്ളാം. ഈ പോയിന്റിലൊന്നും വരാത്തതാണ്. ചിലതൊക്കെ ഫ്രേസസ് ഉണ്ട് കേട്ടോ, ഫ്രേസ് ആയിട്ടും വരും. ഓക്കെ, The toys are in the cupboard. My brother birthday in August 19. My birthday, brother birthday in August 19. അത് കാരണം ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആണ് പൊതുവെ എല്ലാവരും പറയാം, അല്ലേ? അല്ലേ? അതെ. അതുകൊണ്ടാണ് അവിടെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു കൂടെ കേൾക്കാതെ ഓഗസ്റ്റ് പറയുന്നോണ്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ അവിടെ എക്സാക്ട് ഡേറ്റ് പറയുമ്പോഴാണ് ആ സെന്റൻസ് കുറച്ചുകൂടി ഭംഗിയാവാം. പക്ഷെ എക്സാക്ട് ഡേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇന്നല്ല പറയുന്നത്, വ്യത്യാസമുണ്ട്. പറയാം കേട്ടോ അതൊക്കെ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, എന്തിച്ചാ അത് മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആവും. അപ്പൊ ഡേറ്റ് പറഞ്ഞ മിസ് അപ്പൊ ബർത്ത്ഡേ ആണോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ. Miss, there are stars in the sky. Yeah, stars in the sky. Then I know. Students, please walk in a line. Students, walk In a line. in a line. Yeah, പറയാം. തെറ്റൊന്നും. സ്റ്റുഡൻസ് ഒരു ലൈനായി നടക്കുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, സ്റ്റുഡൻസ് പ്ലീസ് വാക്ക് ഇൻ എ ലൈൻ. അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഓ, ലൈനായിട്ട് നടക്കൂ എന്നാ പറയുന്നത്. നടക്കുക. ഓക്കെ, കുഴപ്പമില്ല, കറക്റ്റ് ആണ്. പക്ഷെ ഇത് സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് ആണെങ്കിലും പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അല്ല മാം, നമ്മൾ സ്റ്റുഡൻസ് പോവാണ്, അപ്പൊ അവരുടെ അടുത്ത് സ്റ്റുഡൻസ് പ്ലീസ് വാക്ക് ഇൻ എ ലൈൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പറയാം, കുഴപ്പമില്ല, കറക്റ്റ് ആണ്. Then We go swimming in the summer. We go swimming in the summer. സമ്മറിൽ ഇൻ യൂസ് ചെയ്ത് ഓക്കെ. പക്ഷെ ഇത് സെന്റൻസ് എന്താ ഉദ്ദേശിച്ചത് പറയോ? നമ്മള് സമ്മറിലാണ് സ്വിമ്മിങ്ങിന് പോകുന്നത്. അവിടെ പോകുന്നതൊന്നും വന്നില്ല. We are going for swim in the summer എന്നും പറയാം. അല്ലെങ്കിൽ swimming in the summer എന്നും പറയാം. കോട്ടേക്കാണ് നമുക്ക് പോകുന്നത്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്?
നീന്താൻ വേണ്ടി പോകുന്നത് സമ്മറിലാണെന്നാണെങ്കിൽ ഓക്കെ we have to we are going to we are going for swim summer Miss, I used to go for a walk in the morning. അങ്ങനെ പറഞ്ഞൂടെ? പറയാം. I can see the sunset in the evening. Yeah. Hava got first prize in open mic. അങ്ങനെ പറയാൻ പറ്റും. കേട്ടില്ല. Hava got first prize in open mic. First prize Open mic program. അതെന്റെ മോളുടെ സ്കൂളിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കേട്ടില്ല. പറയാട്ടോ, കുഴപ്പമൊന്നുമില്ല. The keys are in my bag. താക്കോലുകൾ എന്റെ ബാഗിനകത്താണ്. Miss, I will stay in the hotel for 2 days. For 2 days. Our exam will conduct in December. Conduct in December. Okay. I do work in the IT company. I do work. Okay. I work in the IT company. അത് മതി. എല്ലാ എക്സാമ്പിൾസ് എഴുതിയെടുക്കണം അല്ലേ? എനിക്ക് ഇനി എക്സാമ്പിൾ വേണോ? ഇതൊക്കെ പോരെ? അല്ല മിസ്, ഇത് മതി. എഴുതിയെടുക്കണോന്ന് ചോദിച്ചതല്ല. ഇനി ഇപ്പൊ ഇത്ര എഴുതിയെടുത്തു. എല്ലാ പോയിന്റ്സ് വെച്ചിട്ട് എക്സാമ്പിൾ കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി. അത്യാവശ്യം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഓക്കെ ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ പ്രപ്പോസിഷനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പ്രപ്പോസിഷൻ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ മിസ്. അപ്പൊ അഡ്ജക്റ്റീവും ആഡ്വർബിന്റെ ഡൗട്ട് ഒക്കെ മാറിയല്ലോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ക്ലിയർ ആയി മിസ്. ഇതുവരെ എടുത്ത് എല്ലാവരും ക്ലിയർ അല്ല? ക്ലിയർ അല്ല? ഇനിയൊന്നും നോട്ട്സ് തരുമോ? ആഡ്വർബിന് നോട്ട്സോ? നോട്ട്സ് വേണോ? ഇനി ഇതിനെ കുറിച്ച് ആവട്ടെ. ചെയ്തിട്ട് കാര്യമുണ്ടോ? An adverb is a word that describes a verb, an adjective or another adverb. നിങ്ങൾക്ക് ശരിക്കും നോട്ട്സ് ആവശ്യമുണ്ട്. ഒന്ന് ആലോചിച്ചു. നോട്ട്സ് വേണം. അല്ലാതെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ചോദിക്കുകയാണ് ആഡ്വർബ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റുമോ? ശരിയല്ലേ? ഡെഫിനിഷൻ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? എക്സാം ടൈം ഒക്കെ ആകുമ്പോ ഒന്ന് വായിച്ചു നോക്കിയാലുള്ള ഒരു പഠിക്കാൻ ഒരു ഇതേ മനസ്സിലാവുന്നുണ്ട്. എന്നാലും എക്സാമിന്റെ ടൈം ഒക്കെ ആകുമ്പോ നമുക്കൊന്ന് വായിച്ച് നോട്ടില്ലാണ്ട് ഒരു തൃപ്തി ഇല്ല, കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ടെക്സ്റ്റില് ഇൻഡെക്സ് കൊടുത്തിട്ടില്ലേ? ഓരോ ചാപ്റ്ററിന്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ചാപ്റ്ററിന്റെ പേര് നോക്കാം. നോക്കിയിട്ട് നിങ്ങൾ ആലോചിക്കുക ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്, നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കും. അപ്പൊ കിട്ടും. പിന്നെ ഒരിക്കലും നമുക്ക് എക്സാമിൽ ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. എന്താണ് ആഡ്വർബ് എന്നൊരു ചോദ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട്സ് എഴുതിയോണ്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ രീതിയിൽ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കും. തരുന്ന എക്സാമ്പിൾസ് എല്ലാവരും നോക്കിയിട്ട് വെക്കുക. എക്സാമിന് മുൻപായിട്ട് ഞാൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാം പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ നോക്കാം. ഇത്രയ്ക്കുള്ളൂ. ഇതുവരെ ഓക്കെ ആണല്ലോ? ഇംഗ്ലീഷ് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണ് മിസ്. നമുക്ക് ഡിസംബറിലെ എക്സാമിന് ടെൻത്ത് വരെയാണ് ടേം 2 അല്ലേ? ഇനി അല്ലല്ലോ, ടേം 1 അല്ലേ? ഓരോ പ്രാവശ്യം മിസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ടേം എക്സാമിന് നമുക്ക് ചാപ്റ്റർ 1 to 8 വരെയാണ് കേട്ടോ. അതിൽ 1 നമ്മൾ എടുത്തിട്ടില്ല. കോമൺ ചാപ്റ്റർ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മള് ടേം 1-ന് നമ്മൾ എടുത്തിരിക്കുന്ന ഏതൊക്കെയാണോ അത് വെച്ചിട്ട് എക്സാമിന് വരെ പ്രപ്പോസിഷൻ ഉണ്ടാവില്ല. 8 വരെ ഉള്ളൂ. 1 to 8 ആണ് പറയുന്നത് ടേം 1. ആ 1 to 8-ല് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരും. 4ഉം 5 എടുത്തിട്ടില്ല മിസ്. അത് വരില്ല. അതൊക്കെ 4ഉം 5 എടുത്തിട്ടില്ല. ഇല്ല, അപ്പൊ അത് വരില്ല. എടുത്തത് നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് 4 ചാപ്റ്ററേ ഉള്ളൂ.
4 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. Pronouns ഉണ്ടാവുമല്ലോ മിസ്, pronoun. അത് നോണിലുള്ളതാണല്ലോ, അതിനുണ്ടാവും. 10 ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ നിന്ന് വരാം. ടേം എക്സാമിന് കേട്ടോ. മെയിൻ എക്സാമിന് നമുക്ക് 10 ക്വസ്റ്റ്യൻ വേണോളോ ഇംഗ്ലീഷ്? മിസ് ഏറ്റവും കൂടുതൽ ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും? അയ്യോ, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. എക്സാമിനോ മെയിൻ എക്സാമിന് 10, 50, 60 ക്വസ്റ്റ്യൻ കാണത്തില്ല. അത് 10 ഉള്ളൂ അല്ലല്ലോ? അതെ. ടേമിന് ടേം 1ഉം 2ഉം 10 ക്വസ്റ്റ്യൻസ് ചെയ്താം. മെയിൻ എക്സാമിന് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. 100 മാർക്സിലാണ് എക്സാം. യെസ്, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് സൈൻ ഔട്ട് പറഞ്ഞാലോ? ഓക്കെ മിസ്, പറയണം സൈൻ ഔട്ട്. I am Sansi Ando. Sign out. I am successfully sign out of Google Classroom. Thank you for the section. See you the next time in classroom. Thank you. Okay, so thank you all. See you on next class. Thank you, ma'am. Thank you, ma'am. Okay, bye. അപ്പോൾ ഡിസ്കസ് ചെയ്യാം, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, പ്രപ്പോസിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Okay, so thank you. Okay, thank you. Thank you.